ഇപ്പം ഞാൻ കറൻ്റ്ലി സ്പിരിച്വാലിറ്റി ആണ്. എനിക്ക് മ്യൂസിക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറച്ച് നാളായിട്ട് അത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു 3 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട സമയത്തൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ക്ലിനിക്കലി ഡിപ്രഷൻ ഉണ്ടായിരുന്നു, മരുന്ന് കഴിക്കുന്നതാണ്. ഇപ്പം ഞാൻ പേർപ്പസ്ഫുള്ളി നിർത്തി. ബിക്കോസ് എനിക്ക് തന്നെ തോന്നി മെഡിസിൻ അല്ലാതെ സ്വന്തമായിട്ട് തിരിച്ച് വരണം എന്നുള്ള. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പാട്ട് കേൾക്കുക, ഡ്രൈവ് ചെയ്യുക, യാത്ര പോകാനും. പക്ഷേ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു കുറച്ച് നാളായിട്ട്. ഇപ്പോൾ കുറച്ചായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഡാൻസർ എന്ന നിലയിൽ നമ്മൾ അങ്ങനെ പെർഫോമൻസ് ഒന്നും ഈ അടുത്ത് കണ്ടിട്ടില്ല. അതൊക്കെ ഇപ്പോൾ കുറേ നാളായി നിർത്തിയതാണ്. ഇനി ഉടനെ ഒന്നും എന്തെങ്കിലും ഇപ്പോൾ ടെമ്പിൾസ്, സൂര്യ ഫെസ്റ്റിവൽ അങ്ങനത്തെ സംഭവത്തിലൊക്കെ പോയി ചെയ്യാമല്ലോ. അതൊക്കെ എന്താണ് ചെയ്യാത്തത്? അതാ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ടായിട്ടൊരു എഫേർട്ട് എടുത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. എന്നിലേക്ക് വരുന്നത് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എനിക്ക്. എന്നിലേക്ക് വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. എന്തെങ്കിലുമൊക്കെ വരണം. അപ്പോൾ നമ്മളിത് കാണുന്ന ഈ പറഞ്ഞ ക്ഷേത്രം ഉത്സവങ്ങളോ ഈ പറയുന്ന ഇവന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഒരാൾ ആഗ്രഹിച്ചിരിപ്പുണ്ട്, പക്ഷേ ഇഷ്ടമാണ്, കിട്ടില്ല എന്ന് പറഞ്ഞ സങ്കടവും ഇല്ല. അങ്ങനെയാണ്, ഒരു ന്യൂട്രൽ ആണ് മൈൻഡ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. പാട്ട് ഇടയ്ക്ക് പാട്ടൊക്കെ പാടിയുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അത് അതിനു വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനത്തെ കഴിവുള്ള ആൾക്കാർക്ക് എന്താ കവർ സോങ്സ് ഒക്കെ ചെയ്തിട്ടൂടെ ഇടയ്ക്ക്. കാരണം നല്ല പാടുന്ന ആൾക്കാരാവുമ്പം ഈ കവർ സോങ്സ് ഒക്കെ ചെയ്തിട്ടാൽ ഇടയ്ക്ക് അതൊരു കണ്ടന്റ് ആണ്, ഒരു ചേഞ്ച്. ഈ പറഞ്ഞ കണക്ക് ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഇടയ്ക്ക് ഒരു കവർ സോങ് ഒക്കെ ട്രൈ ചെയ്യും. ഡെഫിനറ്റ്ലി പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാം. അല്ല, എന്തായാലും ഇനി ഒരു കംബാക്ക് ഞാൻ ഭയങ്കരമായിട്ട് ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുക.